നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പറക്കമുറ്റാറാക്കുന്നത് പോലെയാ നന്ദിത മക്കളെ വളർത്തിയത്. കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വരുന്ന പരുന്തിനോട് അമ്മക്കളി ചെയ്യുന്നത് പോലെ തന്നെ നന്ദിതയും ചെയ്യും. ഈ നാടും വീടും വിട്ട് ദൂരെ എവിടെയെങ്കിലും പോയി ജീവിക്കണമെന്ന തീരുമാനത്തിലായിരുന്നു നന്ദിത. ഞാനാണ് അതിന് വിലങ്ങുതടിയായി നിന്നത്. പരുന്തും കഴുകനും എത്തി നോക്കാത്തിടത്ത് ജീവിതം തുടരാമെന്ന ആഗ്രഹത്തിലായിരിക്കണം അവളത് പറഞ്ഞത്. ഇപ്പൊ സംഭവിക്കുന്നതെല്ലാം അവൾ മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് വേണം കരുതാൻ. ഇവിടെ ജീവിക്കാൻ കൊള്ളില്ല മോളെ. ഞാനും അങ്ങനെ ഒരു തീരുമാനത്തിലാങ്കളെ. ദയവൊന്ന് തിരിച്ചെത്തിയിട്ട് വേണം. ഉണ്ടായ ദുരനുഭവങ്ങളൊന്നും ഇനി നേരിടാൻ വയ്യ. ഇവിടം വിട്ട് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്ന് ജീവിക്കണം. എന്തെങ്കിലും നല്ല വാർത്തയായിരിക്കണേ എന്റെ ഈശ്വര. ഹലോ, ഞാൻ ശരണ്യയുടെ ഫ്രണ്ട് അഡ്വക്കേറ്റ് സുസ്മിതയാണ് മുത്തശ്ശ. ആ എന്താ മോളെ? ശരണ്യ ഓഫീസിൽ വന്നോ? അവള് വീട്ടിൽ തിരിച്ചെത്തിയോന്നറിയാനാ ഞാൻ വിളിച്ചത്. വിവരങ്ങൾ ഞാൻ അറിഞ്ഞിരുന്നു. അവളുടെ വരവും കാത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് ഞാൻ. അവളെ തിരഞ്ഞുപോയ അമ്മയെക്കുറിച്ചും ഒരു വിവരവും ഇല്ല. സ്വാമിനാഥൻ സാറ് അവളെ തിരക്കുന്നുണ്ടായിരുന്നു. അവൾ എത്തിയാൽ ഇങ്ങോട്ട് വിളിക്കാൻ പറയണേ. ഓഫീസിൽ നിന്ന് ശരണ്യയുടെ ഫ്രണ്ടാ വിളിച്ചത്. അവൾ തിരിച്ചു വന്നോ എന്നറിയാൻ വിളിച്ചതാ. എന്തെങ്കിലും വിവരം കിട്ടിയോ മോനെ? മുത്തച്ഛൻ പേടിക്കണ്ട. ഒരു പോറൽ പോലും ഏൽക്കാതെ ശരണേച്ചി തിരിച്ചെത്തിക്കാം. എവിടെ ഉണ്ട് അവള്?